നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 12, 2025 ബുധൻ. അങ്ങനെ രണ്ടാഴ്ചയായിട്ട് നീണ്ടുനിന്ന പോരാട്ടത്തിന് ശേഷം നിഫ്റ്റിക്ക് 25,850 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല തുടർച്ചയായി ഇന്നത്തോടുകൂടി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്നും തുടർച്ചയായി നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഒത്തിരിയേറെ ഘടകങ്ങൾ സഹായകമായി മാറുകയുണ്ടായി. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. മാത്രവുമല്ല ഇന്നത്തെ ശക്തമായ റാലിയുടെ ഫലമായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 52 വീക്ക് ഹൈയുടെ തൊട്ടടുത്തേക്കായിട്ടും ഫിൻ നിഫ്റ്റിക്ക് അതിന്റെ 52 വീക്ക് ഹൈയുടെ ഏകദേശം അടുത്തേക്കും എത്തിച്ചേരുവാനായി. ഇന്ന് മാർക്കറ്റിൽ ഒട്ടുമിക്ക സമയത്തും നേട്ടത്തിലാണ് മാർക്കറ്റ് വ്യാപാരത്തിൽ തുടരുവാനുമായത്. 25,781 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് 25,900 എന്ന ലെവൽ മറികടക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും 25,934 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടതിനെ തുടർന്ന് 180 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,875 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 595 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 136 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 58 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. മാർക്കറ്റിലുണ്ടായ നേട്ടത്തെ തുടർന്ന് ഇന്ന് NSEയിൽ 1,786 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1,045 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. അദാനി എന്റർപ്രൈസസ്, ടെക് മഹേന്ദ്ര, TCS, ബജാജ് ഫിൻസർവ്, അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടാറ്റ സ്റ്റീൽ, TMPV, ഭാരത് ഇലക്ട്രോണിക്സ്, ശ്രീറാം ഫൈനാൻസ്, L&T തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്കും തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിന് 0.5% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിന് 0.7% നേട്ടവും കൈവരിക്കുവാനായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇൻക്ലൂഡിംഗ് ഓട്ടോ, ടെലികോം, IT, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകളിൽ 1% മുതൽ 2% നേട്ടവും ഇന്ന് കൈവരിക്കുവാനായി. ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ചെറിയ തോതിൽ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 8 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 88.64 എന്ന ലെവലിലാണ് വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായത്. 24,930.30 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ അദാനി എന്റർപ്രൈസസ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന് പ്രകാരം 13.85 കോടിയിലധികം റൈറ്റ് ഇഷ്യൂ ഷെയർസ് ആയിരിക്കും കമ്പനി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1,800 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ് റൈറ്റ് ഇഷ്യൂവിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത്. ഈ വില നിലവിലെ സ്റ്റോക്കിന്റെ പ്രൈസിൽ നിന്നും 24% ഡിസ്കൗണ്ടോടുകൂടി തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതും. നവംബർ 17, 2025 റൈറ്റ് ഇഷ്യൂവിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുക. ഇനി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഈ മാസം ആദ്യമായിട്ടാണ് നിഫ്റ്റിക്ക് 25,850 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും US നിന്നും ഇന്ത്യയിലേക്കുള്ള അവരുടെ പ്രതിനിധിയുടെ സ്ഥാനാരോഹണ ചടങ്ങില് ഇന്ത്യ US ട്രേഡ് ഡീലിനെ കുറിച്ച് പുതിയ പ്രഖ്യാപനങ്ങളുടെ അരുണനങ്ങൾ ഇന്നും നമ്മുടെ മാർക്കറ്റിൽ അനുഭവപ്പെടുകയുണ്ടായി. ഈ ഒരു ഘടകം തന്നെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് തുടരുവാൻ സഹായകമായത്. കഴിഞ്ഞ ദിവസം ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ഷൻ പൂർത്തിയായതിനെ തുടർന്ന് എക്സിറ്റ് പോളുകൾ പുറത്തുവിടുകയുണ്ടായി. അതിൽ നിലവിലെ റൂളിംഗ് പാർട്ടിയായ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് തന്നെ ഭൂരിപക്ഷമാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോൾ സർവേകളും പ്രഖ്യാപിക്കുകയും ഉണ്ടായത്. അതിനെ തുടർന്ന് മാർക്കറ്റിനും നിക്ഷേപകർക്കും നിലവിലെ ഗവൺമെന്റിന് മേലുള്ള കോൺഫിഡൻസ് വീണ്ടും വർദ്ധിക്കുകയുണ്ടായി. കാരണം ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുകയുണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ US ഗവൺമെന്റ് ഷട്ട് ഡൗൺ നീക്കുവാനായിട്ടുള്ള ബിൽ കഴിഞ്ഞ ദിവസം നവംബർ 10 US സെനറ്റ് പാസാക്കുകയുണ്ടായി. ഇന്ന് നവംബർ 12 അത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്ക് വരിക. തുടർന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഈ ബിൽ പാസാക്കുന്നതോടുകൂടി ഫൈനലായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒപ്പുകൂടി വന്നു കഴിഞ്ഞാൽ ഔദ്യോഗികമായി തന്നെ നിലവിലെ ഷട്ട് ഡൗൺ നീക്കപ്പെടും. ഈ ഒരു നടപടി ഇന്നാണ് നടക്കേണ്ടത്. മാത്രവുമല്ല ഈ ഒരു നടപടി പാസ്സാകുമെന്ന് തന്നെയാണ് 99.9% മാർക്കറ്റും നിക്ഷേപകരും ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നതും. ഈ ഒരു ഘടകവും ഇന്നും നമ്മുടെ മാർക്കറ്റിനെ
പിന്തുണയ്ക്കുകയുണ്ടായി. US ഗവൺമെന്റിന്റെ ഷട്ട് ഡൌൺ മാറുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്നലെ US മാർക്കറ്റിന് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടം കൈവരിച്ചതും മാത്രമല്ല ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരാനായതും ഏഷ്യൻ മാർക്കറ്റ്സിൽ തായ്ലൻഡ്, ചൈനീസ് മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചതിനെ തുടർന്ന് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഏതാനും ആഴ്ചകളിലെ തുടർച്ചയായ ട്രേഡിംഗ് സെക്ഷനുകൾക്ക് ശേഷം ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഗണ്യമായ കുറവ് തന്നെ അനുഭവപ്പെടുകയുണ്ടായി. അതായത് ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 0.82%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1%. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയുണ്ടായി. ഏകദേശം വർഷത്തിലേറെ കാലമായി ഇന്ത്യൻ മാർക്കറ്റിൽ മോശമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സെക്ടറായിരുന്നു IT സെക്ടർ, പലവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ. എന്നാൽ US-ൽ നിന്നും വന്ന പുതിയ വിസ നടപടികളുടെയും താരിഫുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മൂലം വീണ്ടും IT സെക്ടറുകളെ അവ തളർത്തുകയുണ്ടായി. എങ്കിൽ തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും US ഗവൺമെന്റിന്റെ ഷട്ട് ഡൌൺ മാറുമെന്നുള്ള പ്രതീക്ഷയെ തുടർന്ന് മിനിങ്ങാന്ന് 2% നേട്ടം കൈവരിച്ച IT സെക്ടർ ഇന്നലെ 1% നേട്ടവും കൈവരിച്ചു. എന്നാൽ ഇന്ന് വീണ്ടും 2% നേട്ടം നിഫ്റ്റി ITക്ക് കൈവരിക്കുവാനും സാധിച്ചു. അതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി ITയിലുള്ള 10 സ്റ്റോക്കുകളിൽ എല്ലാ സ്റ്റോക്കുകൾക്കും 1% മുതൽ 2% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്നും നിഫ്റ്റി ITയിൽ തുടർന്ന പോസിറ്റീവ്നെസ്സും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായിട്ട് തന്നെ മാറുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഹിറ്റപ്പ് ആയിക്കൊണ്ടിരുന്ന ഇന്ത്യ വിക്സ് ഇന്ന് ഗണ്യമായ രീതിയിൽ കൂൾ ഓഫ് ആവുകയുണ്ടായി. ഏകദേശം 3.04%. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ നിലവിൽ ഗോൾഡിന്റെ വിലയിൽ നേരിയ ഇടിവാണ് കാണുവാനായിട്ട് സാധിക്കുക. അതിനെ തുടർന്ന് $4123.30 എന്ന നിലയിലേക്കും ഗോൾഡിന്റെ വില എത്തിച്ചേരുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗ്രോ ഇന്ന് സ്റ്റോക്ക് 14% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ഇൻട്രാഡേ ബേസിസിൽ 17% നേട്ടവും സ്റ്റോക്കിന് കൈവരിക്കുവാൻ സാധിച്ചു. JSW സ്റ്റീൽ, ഭൂഷൺ പവറിലെ 50% വരെ വരുന്ന ഓഹരികൾ കമ്പനി വിറ്റഴിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്സിൽ നിന്ന് വേർപെട്ടതിനു ശേഷം ഓഹരികൾ ഇന്ന് 28% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. HAL പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 10% നേട്ടം കൈവരിച്ചപ്പോൾ റവന്യൂവിൽ 11% ഉയർച്ചയും നേടുവാനായി. അശോക് ലൈലാൻഡ് നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിട്ട് 771 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിൽ 9% വർധനവും രേഖപ്പെടുത്തി. മാത്രവുമല്ല ₹1 ഡിവിഡന്റ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിച്ചു. നവംബർ 18, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ടും പരിഗണിക്കുന്നത്. വെൽസ്പൺ ലിവിംഗ് നെറ്റ് പ്രോഫിറ്റിൽ 93% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 15% ഇടിവ് രേഖപ്പെടുത്തി. സെഞ്ചുറി പ്ലൈബോർഡ്സ് നെറ്റ് പ്രോഫിറ്റിൽ 72% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 17% വളർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.